അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ ജിനുവിനെ വിളിച്ച് ഉപ്പ ഡോക്ടർക്ക് പിന്നാലെ ഐസിയുവിലേക്ക് നടന്നു നീങ്ങി. അധികം സംസാരിപ്പിക്കണ്ട, തലയിൽ സ്റ്റിച്ചുണ്ട്. ഇല്ല, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി. മയക്കത്തിലാണെന്ന് തോന്നുന്നു. വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു. മുറിവില്ലാത്ത അല്പസ്ഥലം പോലും ബാക്കിയില്ലല്ലോ. ഇത്രയൊക്കെ പറ്റിയിട്ടും എന്നോട് നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത്? ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂന്ന്. പാവം, എന്തുമാത്രം വേദന ഇപ്പോൾ അനുഭവിച്ചു കാണും. അവൻ്റെ ബെഡിൻ്റെ ഒരറ്റം ചേർന്ന് അവൻ്റെ കവിളിൽ പതിയെ തലോടിക്കൊണ്ടവൾ പറഞ്ഞു. അവളുടെ സ്പർശനം അറിഞ്ഞതും അവൻ പതിയെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ തലയിലെ വേദന കാരണം കണ്ണുകൾ അതിന് അനുവദിക്കാത്തതുപോലെ. എങ്കിലും ചെറിയ പരിശ്രമത്തിന് ശേഷം അവൻ പതിയെ കണ്ണുകൾ വലിച്ചു. ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് ആ ആൾ തന്നെ മുൻപിൽ നിൽക്കുന്നത് കണ്ട് അവൻ്റെ വേദന പാതി കുറഞ്ഞതുപോലെ തോന്നി. അപ്പോഴും അവളുടെ കൈകൾ അവൻ്റെ കവിളിൽ തന്നെ ആയിരുന്നു. അവൻ്റെ ഇടതു കൈയാൽ അവളുടെ കയ്യിൽ പതിയെ സ്പർശിച്ചു. അവനെന്തോ ചോദിച്ചു. പക്ഷെ ആ ചോദ്യം അവൾക്കോ ഉപ്പാക്കോ മനസ്സിലായില്ല. എന്താ മോനെ, എന്താ നീ ചോദിക്കുന്നത്? ഉപ്പ ഒന്നുകൂടി അരികിലേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു. അവൾ എന്തെങ്കിലും കഴിച്ചോ എന്നായിരുന്നു ചോദിച്ചത്. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഉപ്പാൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. പ്രാണൻ പോകുന്ന വേദന സഹിച്ച് കിടക്കുമ്പോഴും അവളുടെ കാര്യം ആലോചിച്ചായിരുന്നു അവൻ്റെ ടെൻഷൻ. അവൻ്റെ മനസ്സിൽ ആ സമയം ഉപ്പാക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി. അവളെ ഓർത്ത് മോൻ ടെൻഷനൊന്നും ആവണ്ട, അവളൊക്കെ കഴിച്ചിട്ടുണ്ട്. സോറി ഉപ്പ. ഉപ്പാൻ്റെ കൈ പിടിച്ച് നിറകണ്ണുകളുടെ ആ വേദനയും അവൾ പറഞ്ഞപ്പിച്ചു. എന്തിനാ മോനെ സോറിയൊക്കെ? ഒരിക്കലും അവളെ കണ്ണു നിറയില്ല എന്ന് ഞാൻ ഉപ്പാക്ക് വാക്ക് തന്നിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ദിവസം തന്നെ അവൾക്ക് കണ്ണുനീർ മാത്രം ആയിപ്പോയല്ലോ കൂട്ട്. സാരില്ല മോനെ, ഇതൊന്നും മനഃപൂർവ്വമല്ലല്ലോ. പിന്നെ എന്തിനാ മോൻ വിഷമിക്കുന്നത്? ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇത് എത്രയും പെട്ടെന്ന് ഭേദമായിക്കോളും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എത്ര നാളെ കിടക്കുമെന്ന് അറിയില്ലപ്പ. ഉപ്പ കണ്ടില്ലേ എൻ്റെ ശരീരം? ഒക്കെ ശരിയാവും മോനെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. പിന്നെ ഡോക്ടർ കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോന് റെസ്റ്റ് എടുക്കട്ടോ. അല്പം സമയം കൂടെ ഉപ്പ അവിടെ നിന്ന ശേഷം പുറത്തിറങ്ങുമ്പോൾ ഉപ്പ ജിനുവിനെ വിളിച്ചില്ല. അവൾ കുറച്ച് സമയം കൂടി അവൻ്റെ അടുത്ത് നിന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഷാനുവിനെ ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസവും മരണത്തോട് മല്ലിട്ട് കിടന്നിട്ടും ഉമ്മാനെയോ ഷാഹിദിനെയോ കണ്ടില്ല. ഒരു പക്ഷേ എൻ്റെ ഈ ആക്സിഡൻറ്റ് അവർ ആഗ്രഹിച്ചു കാണുമോ? അതാവുമോ അവർ വരാതിരുന്നത്? മോനെ, ഓരോന്ന് ആലോചിച്ച് പെയ്തിറങ്ങുന്ന കണ്ണീർ തുള്ളികളെ തുടച്ചു മാറ്റുമ്പോഴാണ് മാമൻ റൂമിലേക്ക് വന്നത്. മോനെ, എവിടെ ജിനു? അവൾ ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല. പോവാൻ നിർബന്ധിച്ചാലും ഞാൻ പോവില്ലെന്ന് പറഞ്ഞ് എനിക്ക് അരികിലിരിക്കും. അത് എനിക്കൊരു ആശ്വാസമാണ്. അവളും ഉപ്പയും കൂടെ ഇപ്പോൾ പുറത്തേക്ക് പോയേ ഉള്ളൂ. അവൾ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചു വരാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ് ഉപ്പാൻ്റെ കൂടെ. അത് നന്നായി. മോൻ എന്തെങ്കിലും കഴിച്ചോ? ആ, അവളിപ്പോൾ എനിക്ക് കഞ്ഞി തന്നിരുന്നു. മാമ വീട്ടിൽ പോയിരുന്നോ? ഞാൻ പോയിരുന്നു. താല്പര്യമില്ലാതെ മറ്റൊങ്ങ് നോക്കിക്കൊണ്ട് ഒന്ന് മൂടി. ഉമ്മയും ഷായും എന്നെ കാണാൻ ഒന്ന് വന്നതുപോലില്ലല്ലോ മാമ. കല്യാണം കഴിഞ്ഞ് വീടല്ലേ, പല തിരക്കും കാണും. പിന്നെ നീ 2 ദിവസം ഐസിയുവിലായിരുന്നില്ലേ? വന്നാലും നിന്നെ കാണാൻ പറ്റില്ലല്ലോ. അതാവും വരാഞ്ഞത്. മാമ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതേ സമയം ഷാനുവിൻ്റെ വീട്ടിൽ. ഉമ്മ എവിടേക്കാ? വൈകിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്ന ഉമ്മാനെ നോക്കിയായിരുന്നു ഷാഹി ചോദിച്ചത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക്? അല്ലെങ്കിൽ ആളുകൾ എന്ത് കരുതും? അവൻ്റെ പണം മാത്രം നമുക്ക് മതിയെന്നല്ലേ? അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണട്ടെ. അപ്പോൾ ഞാനോ? ഞാൻ വരണ്ടേ? നീ വരണ്ട. നീ വന്നാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. കാരണം അവനിപ്പോൾ ഒരാളെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. നീ കൂടെ വന്നാലേ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്നവനല്ലേ. നീ ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറായിരുന്നു. ഇതിപ്പോൾ അത് പറ്റൂലല്ലോ. എന്തായാലും ഈ അടുത്തൊന്നും അവന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവില്ല. അവനക്ക് അത്രയും പരിക്കുണ്ടല്ലോ. അപ്പോൾ അവനിവിടെ വന്നാലോ? ഇവിടെ വന്നാൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ അവന് ഉമ്മാനോട് ചോദിച്ചാൽ ഉമ്മ എന്ത് പറയും? നീ വല്ല ജോലിക്കാര്യത്തിന് വേണ്ടി പോയതാണെന്ന് പറഞ്ഞോളാം. ജോലിക്കാരി ആവുമ്പോഴേ അവന് വിശ്വസിച്ചോളും. സംസാരിച്ച് നിൽക്കാൻ സമയമില്ലേ ഷാഹി? ഞാൻ പോവാ. ഞാൻ പോയിട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ വീട് അടച്ചു പൂട്ടാതെ എങ്ങും പോവല്ലേ. വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉള്ളതാ ഇവിടെ. ഷാഹി അതിൽ നിന്നും മൂളിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. മോനെ ഷാനു,
പാതി അടഞ്ഞ കിടന്ന ഡോർ തള്ളി തുറന്ന് ഒരുപാട് സ്നേഹം ചാലിച്ചുകൊണ്ടായിരുന്നു ആ വിളി. പാതി മയക്കത്തിലുള്ള ആ വിളി കേട്ട് അവൻ പതിയെ കണ്ണു തുറന്നു. നിനക്ക് ആക്സിഡൻ്റായി പറ്റിയ അന്ന് രാത്രി ഞാൻ ഇവിടേക്ക് വരാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റണ്ടേ. എന്നാലും വല്ലാത്തൊരു അവസ്ഥ ആയി പോയല്ലോ എൻ്റെ മോൻ്റെ അവസ്ഥ. ഏത് സമയത്താണാവോ എനിക്ക് ഗുളിക വാങ്ങാൻ നിന്നോട് പറയാൻ തോന്നിയത്. ഞാൻ കാരണമല്ല എൻ്റെ മോനെ ഈ അവസ്ഥയിലായത്. കള്ളക്കണ്ണീർ അഭിനയിച്ച് അവന് മുൻപിൽ അവർ അഭിനയിക്കാൻ തുടങ്ങി. സാരില്ല, വരാനുള്ളത് എപ്പോഴായാലും വരൂലേ. അതിന് മറ്റൊരാൾ കാരണമൊന്നാവൂല. എൻ്റെ വിധിയായിരിക്കും. ഷാഹി എവിടെ? അവനെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി പോയതാ. ഇന്നലെ കൂടെ അവൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഷാനുവിനെ കാണാൻ പോകണമെന്ന്. ഇത് അപ്പോഴേക്കും അവന് പോവേണ്ടി വന്നു. ഞാൻ കരുതി ഉമ്മാക്കൊപ്പം അവനുണ്ടാവുമെന്ന്. അവന് വരെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ജോലിക്കാരാകുമ്പോൾ പോവാതിരിക്കാനും പറ്റൂലല്ലോ. ഇവിടെ വേറെ ആരും ഇല്ലേ? ആരെയും കാണുന്നില്ലല്ലോ. റൂം ആകെ നോക്കിക്കൊണ്ട് ഉമ്മ ചോദിച്ചു. ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോയതാ. നിൻ്റെ പെണ്ണെവിടെ പോയി? അവൾ വീട്ടിലേക്ക് പോയോ? അവൻ താല്പര്യമില്ലാതെ ഒന്ന് മൂളി. എല്ലാവരും നിന്നെ ഒറ്റക്കാക്കി പോയാൽ നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ നിന്നെ ഇങ്ങനെ ഒറ്റക്കാക്കി അവൾ പോവാൻ പാടില്ലായിരുന്നു. ഉമ്മ, ഞാൻ പോവാൻ പറഞ്ഞതാ. അവൾ കുളിച്ച് ഡ്രസ്സ് മാറാൻ പോയതാ. 2 ദിവസമായിട്ട് ഊണും ഉറക്കില്ലാതെ അവൾ ഇവിടെ തന്നെ അല്ലായിരുന്നോ? അവർ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെയായിരുന്നു അവൻ്റെ സംസാരം. പിന്നെ അവൻ്റെ പെണ്ണിനെ പറഞ്ഞപ്പോൾ പുള്ളിയത് കണ്ടില്ലേ? ഇതൊക്കെ പറ്റിയിട്ട് അഹങ്കാരത്തിനൊരു കുറവില്ല. അവർ അവനെ നോക്കി അല്പം ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. ഡിസ്ചാർജ് ആവുന്നത് എന്നാ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കൂടുതൽ സമയം ഇവിടെ ഇരുന്നാൽ ഒരു പക്ഷേ ഇന്ന് അവിടെ നിൽക്കേണ്ടി വരും. പോയവർ ആരും ഇതുവരെ വന്നില്ലല്ലോ. അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അതും കരുതി അവർ അവിടെ നിന്ന് പോവാനൊരുങ്ങി. എനിക്കേ പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ. ഞാൻ പോയിട്ട് നാളെ വരാം മോനെ. അല്ല, നിൻ്റെ മാമ എവിടെ പോയി? മാമ മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോയതാ. അയാൾ വരുന്നതിന് മുമ്പേ ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ ഇന്നെ ഇവിടെ പിടിച്ചു നിർത്തും. എന്നാ മോനെ, ഞാൻ പോവാട്ടോ, നാളെ വരാം. അതിനവൻ അവരെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം അവനറിയാം, അവൻ നാളെയും മറ്റന്നാളും ഒന്നും വരാൻ പോകുന്നില്ലെന്ന്. ഇന്ന് തന്നെ വന്നത് ആളുകളെ ബോധിപ്പിക്കാനാവുമെന്ന്. നിൻ്റെ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീ വന്നിരുന്നു അല്ലേ? മരുന്നുമായി റൂമിലേക്ക് കയറിയ മാമൻ അവർ വന്നത് ഇഷ്ടപ്പെടാതെ പോലെ പറഞ്ഞു. വന്നിരുന്നു. അതേ സ്പീഡിൽ പോവുകയും ചെയ്തു. ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു പോയിട്ടെന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് വേഗം പോകുന്നതെന്ന്. മാമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വീട്ടിൽ പോകണം. എന്താ മോനെ, എന്തെങ്കിലും കൊണ്ടുവരാണ്ടോ? കൊണ്ടുവരാൻ ഒന്നുമില്ല. മാമൻ പോയിട്ട് എൻ്റെ റൂം ലോക്ക് ചെയ്യണം. ഷാഹിദിനെ ഉമ്മാനെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അവിടെ ജിനുവിൻ്റെ ഗോൾഡും പിന്നെ എൻ്റെ പൈസയും അങ്ങനെ വിലപിടിപ്പുള്ള പലതും ഉണ്ട്. അപ്പോൾ റൂമിൻ്റെ ചാവിയോ? ചാവി എൻ്റെ റൂമിലെ കബോർഡിലുണ്ട്. അതിലൊരു ബാഗുണ്ട്, അതിലാണുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാമ അവിടെ പോയിട്ട് വിളിച്ചാൽ മതി കേട്ടോ. അവനെന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയാൻ പോണ്ട. ആക്സിഡൻറ്റ് ഫോണിനൊന്നും സംഭവിക്കാത്തത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയയാൾ ഫോൺ സുരക്ഷിതമായി ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. നിന്നെ തനിച്ചാക്കി ഞാൻ എങ്ങനെ പോവാം മോനെ? അവർ വന്നിട്ട് പോയാൽ പോരെ? അപ്പോഴേക്കും ഒരുപാട് വൈകും മാമ. നിങ്ങൾ ഇപ്പം തന്നെ പോയിക്കോളൂ. എന്നാൽ ഞാൻ പോയി വരാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്കണേ. ആയിക്കോട്ടെ. മാമ, നിങ്ങൾ പോകുന്ന മുമ്പ് കുറച്ച് വെള്ളം തരുമോ? ഇതാ മോനെ വെള്ളം. അവരെപ്പോഴാണ് വരിക? വരാനുള്ള സമയമായല്ലോ. പോകുമ്പോൾ ചെറിയ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ തലവേദന എങ്ങനെ കൂടിയാവോ? ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ. നിങ്ങളെന്തായാലും പോയിക്കോളി മാമ. അവളുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കാൻ നിൽക്കുമ്പോഴാണ് ഡോറിന് മുമ്പിൽ ഹലോ എന്നൊരു ശബ്ദം കേട്ടത്. പതിയെ തല തിരിഞ്ഞ് ഡോറിന് മുമ്പിലേക്ക് നോക്കിയതും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ജിനു ആണെന്ന് കരുതി നോക്കുമ്പോൾ അവളുടെ അനിയത്തിമാരായിരുന്നു. വിവാഹത്തിൻ്റെ എന്നാണ് ഞാൻ അവരെ കണ്ടതെങ്കിലും ആ മുഖങ്ങൾ എനിക്ക് നല്ല പരിചയമായിരുന്നു. ഈ വേദനയിലും വളരെ സന്തോഷത്തോടെ തന്നെ അവരെ റൂമിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവരെ മുഖത്ത് ആ സമയം എന്തോ ഒരു ദേഷ്യമുള്ളതുപോലെയായിരുന്നു. നിങ്ങൾ രണ്ടാളേ ഉള്ളൂ? ജിനി ഇവിടെ? ഞങ്ങൾ രണ്ടാളും പോരെ, തനിച്ചൊന്നല്ലല്ലോ. ജിനി ഇവിടെ?
അവൾ വന്നിട്ടില്ലേ? അപ്പോഴും അവൻ്റെ നോട്ടം ഡോറിന് നേരെ നീളുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം മനസ്സിലാക്കിക്കൊണ്ടവർ പറഞ്ഞു, ജിനുവിനെയാണ് നോക്കുന്നതെങ്കിൽ അവൾ വന്നിട്ടില്ല, ഇന്നിങ്ങോട്ട് വരികയുമില്ല. ആ വാക്ക് അല്പം കടുപ്പത്തിലായിരുന്നു. അവരുടെ സംസാരം കേട്ട് അവൻ അവരെയൊന്ന് നോക്കി. കാരണം ഈ അവസ്ഥയിൽ എന്തിനാണ് അവർ ഇത്ര കടുപ്പത്തിൽ അവനോട് സംസാരിച്ചതെന്ന് അവന് മനസ്സിലായില്ല. അതുപോട്ടെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? കിടന്ന കിടപ്പിൽ അവനെ അടിമുടി നോക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. അതിനവൻ ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം അവരുടെ ആ വരവ് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് അവന് ഇതിനോടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു കൈയും രണ്ട് കാലും പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ടല്ലേ? അവരുടെ ആ ചോദ്യത്തിൽ പരിഹാസമുള്ളതുപോലെ അവന് തോന്നി. പാവം ജിനുവിന് അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. പിന്നെ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഈ വിവാഹത്തിന് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ജിനുവിൻ്റെ ഒറ്റ നിർബന്ധത്തിന് പേരിലാണ് എല്ലാത്തിനും ഞങ്ങളൊക്കെ നിന്ന് കൊടുത്തത്. അന്ന് ഞങ്ങളെ വാക്ക് അനുസരിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഇന്നെ ഗതി വരില്ലായിരുന്നു. ശരീരം നുറുങ്ങുന്ന വേദനയിലും കിടക്കുമ്പോഴും കുത്തി നോവിച്ചുള്ള അവരുടെ വാക്ക് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞുപോയി. ഒരു 6 മാസമെങ്കിലും ഈ കിടപ്പ് കിടക്കേണ്ടി വരില്ലേ? അറിയില്ല. എങ്കിലും ഞങ്ങൾക്കറിയാം. ഉപ്പ പറയുന്നത് ഞങ്ങൾ കേട്ടതാണ്. ഈ 6 മാസക്കാലം നിങ്ങളെ നോക്കി എൻ്റെ ജിനുവിൻ്റെ ലൈഫ് കളയണമെന്നാണ് നിങ്ങൾ ആഗ്രഹം? നിങ്ങളെന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അവളെ പെണ്ണ് കണ്ടു പോയതിനു ശേഷം നിങ്ങൾ അവളെ കണ്ടില്ലേ? പിന്നെ ഒരു മീറ്റ് നടത്തിയില്ലേ? ആ ഉണ്ട്. അതിൽ അവൾ പറഞ്ഞത് എന്താ? അവൾക്ക് പഠിക്കണമെന്നല്ലേ? ആ ഒരു ആഗ്രഹം മാത്രമല്ലേ അവൾ നിങ്ങളോട് ആവശ്യപ്പെട്ടത്? അതെ, അത് ഞാൻ സമ്മതിച്ചു കൊടുത്തതാണല്ലോ. ആയിരിക്കാം, പക്ഷേ അന്നത്തെ അവസ്ഥ അല്ലല്ലോ നിങ്ങൾക്കിപ്പോൾ ഒരു വെള്ളം കുടിക്കണമെങ്കിൽ ഒരാളെ സഹായം വേണ്ടേ? സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്തൊരവസ്ഥയിലല്ലേ നിങ്ങളിപ്പോൾ? നിങ്ങളെ ഈ അവസ്ഥയിലിട്ട് ജിനു പഠിക്കാൻ എങ്ങനെ പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത് നിങ്ങളെ ആഗ്രഹം നിങ്ങളെ നോക്കി ജീവിതം കളയണമെന്നാണോ? അന്ന് ആദ്യമായിട്ടായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി അത്രയും പരുഷമായി ഒരാൾ സംസാരിക്കുന്നത്. ഞാൻ എന്താ വേണ്ടത്? നിറകണ്ണുകൾ അവർ കാണാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ജിനു ഇവിടെ വന്നാലേ നിങ്ങൾ അവളെ ഇവിടെ നിർത്തരുത് കേട്ടോ. വാശിയും ദേഷ്യവും കാണിച്ച് അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. എന്നാലേ അവളെ സ്വപ്നങ്ങളൊക്കെ പൂവണയും. അല്ലാതെ തളർന്നു കിടക്കുന്ന നിങ്ങളെ നോക്കി അവളെ ലൈഫ് കളഞ്ഞാൽ പിന്നെ അവൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന് എന്ത് കാര്യം ഉണ്ടാവുക? 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ പഴയ രൂപത്തിലാവുമല്ലേ ഡോക്ടർ പറഞ്ഞത്? അത് ഉറപ്പ് തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞ് അവളെ പഠനം പാതി വഴിയിൽ നിർത്തരുത് കേട്ടോ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഭാര്യ തന്നെ നോക്കണമെന്നൊന്നും ഇല്ലല്ലോ. നിങ്ങളെ വിചാരിച്ചാൽ നിങ്ങളെ നോക്കാനൊരു ഹോം നേഴ്സിനെ എന്ന് തന്നെ കിട്ടുമല്ലോ. ഈ ആക്സിഡൻറ്റിൽ പഠിച്ചവൻ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നവൻ അറിയാതെ ആഗ്രഹിച്ചു പോയി. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി ഇങ്ങനെ നീറി ജീവിക്കുന്നതിൽ നല്ലത് മരണം തന്നെയാണ്. ഇവിടേക്ക് വരണമെന്നോ നിങ്ങളോട് എങ്ങനെയൊക്കെ പറയണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ചതല്ല കേട്ടോ. പക്ഷേ ജിനുവിൻ്റെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്. ഇന്ന് അവൾ വീട്ടിൽ വന്നപ്പോൾ ഉപ്പാനോട് ചോദിച്ചത് എന്താ അറിയോ? ഇന്ന് ഞാൻ എങ്ങനെ ഉപ്പ പഠിക്കാൻ പോവാന്ന്? നിങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ജീവിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ മഹർ കിട്ടിയ പെണ്ണല്ലേ അപ്പോൾ നിങ്ങളെ തനിച്ചാക്കി അവൾ പഠിക്കാൻ പോയാൽ നിങ്ങളെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ അവളെ കുറ്റപ്പെടുത്തൂലേ? അതൊക്കെ ആലോചിച്ചിട്ടാണ് അവൾക്ക് ടെൻഷന്. അവളെ ആരും കുറ്റപ്പെടുത്തൂല. എന്നെ നോക്കി അവളെ ലൈഫ് നശിക്കുകയില്ല. അതുപോലെ നിങ്ങൾക്ക് പോരാ. അവളെ പഠിക്കാൻ പറഞ്ഞു വിടുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് വേണം. അതിനു വേണ്ടി തന്നെയാണ് കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. എനിക്ക് അവളോട് പറയാനല്ലേ പറ്റൂ, അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നിർബന്ധം പിടിക്കണം, എന്നാലേ അവൾ പഠിക്കാൻ പോകൂ. അവൾ പോകണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഹോം നേഴ്സിനെ ഇന്ന് തന്നെ നിങ്ങൾ സെറ്റാക്കണം. എന്നാൽ മാത്രമേ അവൾക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അവൾ നിങ്ങളെ ഇവിടെ നോക്കിയിരുന്ന് അവൾ വിലപ്പെട്ട സമയം കളയും. എന്താ ഒന്നും മിണ്ടാത്തത്? ഷാനു അവരോട് എന്തോ പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് അവൻ്റെ MD ആയ സിദ്ധാർത്ഥ് റൂമിലേക്ക് കയറി വരുന്നത്. നിനക്ക് ആക്സിഡൻ്റ് ആയ ദിവസം തന്നെ ഞാനിവിടെ വന്നിരുന്നു. പക്ഷെ നിന്നെ കാണാൻ പറ്റിയില്ല. അരികിലുള്ള ചെയർ ബെഡിനോട് അടുപ്പിച്ച് ഇരുന്നു കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. ICUവിലായതുകൊണ്ട് പലർക്കും എന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാമൻ പറഞ്ഞു. പലരും എന്നെ കാണാതെ പോയിട്ടുണ്ട്. ഇതാരാ നിൻ്റെ അരികിൽ നിൽക്കുന്നത്? വൈഫാണോ? അവർ സംസാരിച്ച് ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുന്ന ജിനുവിൻ്റെ അനിയത്തികളെ നോക്കിയായിരുന്നു സിദ്ധു ചോദിച്ചത്. ഇത് വൈഫിൻ്റെ അനിയത്തിമാരാണ്. എന്നാൽ നിങ്ങൾ പൊയ്ക്കോട്ടോ, എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം.
അവരെ നോക്കി ഷാനു അങ്ങനെ പറഞ്ഞെങ്കിലും അവർക്ക് അവൻ്റെ വാക്ക് ഒരു തൃപ്തി വരാത്തതുപോലെ തോന്നി. വീണ്ടും അവർക്ക് അവനോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അവരെ നിൽപ്പ് കണ്ടപ്പോൾ ഷാനുവിന് മനസ്സിലായി. അവരെ പക്ഷെ ഒഴിവാക്കണമെന്ന ആഗ്രഹത്തോടെ ഷാനു സിദ്ധാർത്ഥുമായി സംസാരത്തിൽ മുഴുകി. കാരണം അവരോട് സംസാരിച്ചാൽ എൻ്റെ വേദന കൂടുകയല്ലാതെ കുറയില്ലെന്ന് അവനെ അറിയാമായിരുന്നു. സിദ്ധാർത്ഥ്, എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. അവർ പോയെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഷാനു ഇടത് കൈയിൽ സിദ്ധുവിൻ്റെ കയ്യിൽ പതിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഷാനു? എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ. എന്താ, നിനക്ക് ക്യാഷിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അതൊന്നുമില്ലടാ. അന്ന് നീ ആക്സിഡൻ്റ് ആയപ്പോൾ നിന്നെ നോക്കാനൊരു ഹോം നേഴ്സ് ഇല്ലായിരുന്നോ? ആ, ഹോം നേഴ്സില്ലേ? അതെ അവൻ തന്നെ. അതിപ്പോൾ 2 വർഷം കഴിഞ്ഞില്ലേ? അതെ, പക്ഷേ എനിക്ക് ആ ആളെ ഒന്ന് കിട്ടുമോ? എന്താടാ അത്? എന്തിനാ ഇപ്പോൾ ഒരു ഹോം നേഴ്സ്? നിന്നെ നോക്കാൻ വൈഫും ഉമ്മയും അനിയനും എല്ലാവരും ഇല്ലേ? എന്നെപ്പോലാണോ നീ? ആരുമില്ലാത്ത എനിക്ക് അന്ന് ഹോം നേഴ്സ് അത്യാവശ്യമായിരുന്നു. പക്ഷേ നീ അങ്ങനെയല്ലല്ലോ. നിനക്കറിയാലോ, മാമനൊരു മാഷാണ്. ഇപ്പോൾ തന്നെ ഞാൻ കാരണം ഒരുപാട് ലീവായി. ഇനിയും മാമൻ ലീവെടുത്ത് എന്നെ നോക്കിയിരുന്നാൽ ശരിയാവില്ല. മാമൻ ജോലിക്ക് പോയിക്കോട്ടെ. ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിൽ ചുമ്മാ ഇരിക്കണ ഒരു അനിയനില്ലേ നിനക്ക്? അവൻ നോക്കട്ടെ. നിന്റെ പണം മാത്രം പോരല്ലോ. ഇടയ്ക്കൊന്ന് നീ വീണു പോയാൽ താങ്ങേണ്ടവർ അല്ലേ അവർ? ഓ പിന്നെ, ആക്സിഡൻ്റായി ഇത്രയും ദിവസമായിട്ടും എന്നെ ഒന്ന് കാണാൻ പോലും വരാത്ത അവനാണോ എന്നെ താങ്ങാവുന്നത്? ഷാനു ഒന്ന് പുച്ഛത്തോടെ ഓർത്തു. എന്താ ഷാനു, അനിയന് നീയൊരു ബുദ്ധിമുട്ടാവോ? അങ്ങനെയൊന്നുമില്ലടാ. അവനിപ്പോൾ ജോലിക്കാര്യത്തിന് വേണ്ടി നടപ്പായി. ഏത് സമയം അവന് വീട്ടിലിരിക്കാൻ പറ്റൂലല്ലോ. നീ അവൻ്റെ നമ്പർ ഒന്നതാ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഹോം നേഴ്സിനെ തന്നെ നിർത്താം. നിൻ്റെ കയ്യിലില്ല അവൻ്റെ നമ്പർ? ഇല്ലടാ, എൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട്. അല്ല, എന്നേക്കാൾ കൂട്ടായിരുന്നല്ലോ നിങ്ങൾ രണ്ടാളും, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ഞാൻ നിൻ്റെ വീട്ടിലെ ജോലി മതിയാക്കി പോയിട്ടും ഞാനുമായി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫോൺ മാറ്റിയപ്പോൾ നമ്പറെല്ലാം പോയി. പിന്നെ ഞാൻ വിളിക്കാത്തത് കൊണ്ടാവും അവനും എന്നെ വിളിച്ചില്ല. നിനക്ക് നിർബന്ധമാണോ ഹോം നേഴ്സ് വേണമെന്ന്? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇത്രയും കുടുംബക്കാർ ഉണ്ടായിട്ടും എങ്ങനെ ഒരു ഹോം നേഴ്സ് വേണമെന്ന ധ്വനി അവൻ്റെ ചോദ്യത്തിലുണ്ടായിരുന്നു. വേണം, ഷാനു ഉറച്ച വാക്കോടെ പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ തന്നെ വിളിച്ച് വിവരങ്ങൾ പറയട്ടോ? ഇന്ന് തന്നെ വരാൻ പറയണോ അതോ നാളെയോ? പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ വരാൻ പറയടാ. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ല. ചിലപ്പോൾ അവനെ എവിടെയെങ്കിലും ആവും. എൻ്റെ നമ്പർ കണ്ടാൽ തിരിച്ച് വിളിക്കാതിരിക്കില്ല. അവനാകുമ്പോൾ വിശ്വസിച്ച് കൂടെ നിർത്താം. അതെ, അതാണ് ഞാൻ അവൻ തന്നെ മതിയെന്ന് പറഞ്ഞത്. അവൻ തിരിച്ച് വിളിക്കുമെന്ന് നോക്കട്ടെ. അതുവരെ നോക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞില്ല. അവൻ സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. നീ സംസാരിക്ക്. സിദ്ധു ഫോൺ ഷാനുവിൻ്റെ നേരെ നീട്ടി. വേണ്ട, നീ തന്നെ സംസാരിച്ചാൽ മതി. സിദ്ധു കാര്യങ്ങളെല്ലാം വിശദമായി ആര്യോട് പറഞ്ഞപ്പോൾ അവൻ ഒരു രോഗിയെ വീട്ടിലാണെന്നും മറ്റന്നാൾ ഇറങ്ങിയുള്ളെന്നും പറഞ്ഞു. ഇറങ്ങിയാൽ ഉടനെ തന്നെ ഷാനു സാറിൻ്റെ അരികിൽ വരും എന്നായിരുന്നു അവൻ്റെ മറുപടി. ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? മറ്റന്നാൾ ഈവനിങ് ആകുമ്പോൾ അവൻ നിൻ്റെ അടുത്തെത്തും. കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാമൻ വരുന്നത് വരെ സിദ്ധു ഷാനുവിൻ്റെ അരികിലിരുന്നു. അവന് ജ്യൂസെല്ലാം കോരിക്കൊടുത്തും അതെല്ലാം അവനെ കുടിപ്പിച്ചതിന് ശേഷമാണ് സിദ്ധു അവിടെ നിന്ന് പോയത്. ഒരു MDയും മാനേജറും തമ്മിലുള്ള ബന്ധമല്ല അവർ തമ്മിലുള്ളത്. അവർ ആത്മസുഹൃത്തുക്കൾ കൂടെയാണ്. മോൻ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂം അടച്ചു പൂട്ടി ചാവി കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മ എന്തെങ്കിലും ചോദിച്ചോ മാമ? അവർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി ഞാൻ വന്നതിന് ശേഷവും എല്ലാം ചെക്ക് ചെയ്യുക. നിന്നോട് ഉമ്മ എന്താ പറഞ്ഞത്? ഷാഹി ജോലിക്കാര്യത്തിന് വേണ്ടി പോയതാണെന്നല്ലേ? അതുകൊണ്ടാണ് എന്നെ കാണാൻ വരാത്തതെന്നല്ലേ? ഓൻ എവിടെയും പോയിട്ടില്ല, എനിക്കറിയാം മാമ. പിന്നെ എല്ലാം വിശ്വസിച്ച പോലെ ഞാൻ അങ്ങനെ നിന്നേ ഉള്ളൂ. അവർക്കൊക്കെ നിൻ്റെ പണം മാത്രം മതി ഷാനു. അവർക്കൊക്കെ വേണ്ടി വാരിക്കോരി ചിലവാക്കുമ്പോൾ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ, നീയൊന്ന് വീണു പോയാൽ നിനക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ പോലും അവന് ഉപകാരമാവില്ലെന്ന്. മാമ, തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടല്ല ഞാൻ ആരെയും സ്നേഹിക്കുന്നത്. എനിക്ക് ഭയങ്കര തലവേദന ആവുന്നു. കുറേ നേരം സംസാരിച്ചിട്ടെന്ന് തോന്നുന്നു. ആ ഗുളിക ഒന്ന് എടുത്ത് തരാമോ? ഇന്ന് ഒത്തിരി സമയം സംസാരിച്ചിട്ടുണ്ടാവില്ലേ? നിന്നോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ കൂടുതലൊന്നും സംസാരിക്കരുത് എന്ന്. ഗുളിക അവൻ്റെ വായിലേക്ക് ഇട്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ട് മാമ പറഞ്ഞു. ജിനു നിന്നെ വിളിച്ചിരുന്നോ? അവളെന്താ ഇതുവരെ വരാത്തത്?
മാമൻ്റെ ചോദ്യം കേട്ടപ്പോൾ അനിയത്തിമാർ പറഞ്ഞ കാര്യമായിരുന്നു അവൻ ഓർമ്മ വന്നത്. ഇനി അവൾ എനിക്കരികിലേക്ക് വരില്ലായിരിക്കും. അനിയത്തിമാർ പറഞ്ഞ പോലെ ഈ തളർന്നു കിടക്കുന്ന ഞാൻ അവൾക്കെന്നൊരു ഭാരമായി പോവില്ലേ? അതുകൊണ്ട് അവൾ എനിക്കരികിലേക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മോനെ, ഓരോന്നോർത്ത് കിടക്കുമ്പോഴാണ് അരികിൽ നിന്ന് ശബ്ദം കേട്ടത്. ജിനുവിൻ്റെ ഉപ്പാനെ കണ്ടപ്പോൾ ആദ്യം നോക്കിയത് ജിനു കൂടെ. മോള് എവിടെ? മോള് വന്നിട്ടില്ലേ? ഷാനു ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമായിരുന്നു മാമൻ അവളുടെ ഉപ്പയോട് ചോദിച്ചത്. ഇല്ല, അവൾ വന്നിട്ടില്ല. അവൾക്ക് നല്ല പനി. ഇവിടുന്ന് പോകുമ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ നല്ല പനിയും. അവളെ ഹോസ്പിറ്റലിൽ കാണിച്ച് വീട്ടിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടേക്ക് വരാൻ അവൾ വാശി പിടിക്കുന്നുണ്ട്. പനിക്കുന്ന അവളെ മോൻ്റെ അരികിൽ നിർത്തിയാൽ ശരിയാവില്ല. അതാണ് ഞാനിന്ന് വരണ്ടെന്ന് പറഞ്ഞത്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. അതേതായാലും നന്നായി. വയ്യാത്ത ഇവൻ്റെ അരികിലേക്ക് പനിയുള്ള അവൾ വന്നാൽ ശരിയാവില്ല. പക്ഷെ അനിയത്തിമാർ വന്നപ്പോൾ അവൾക്ക് പനിയുള്ള കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ ഇന്ന് വരില്ലെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇനി പനി തന്നെ ആവോ അവൾക്ക്? അതോ ഇവിടേക്ക് വരാതിരിക്കാൻ ഉപ്പ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതാവോ? ഷാനു ആലോചിച്ചു. മോൻ എന്തെങ്കിലും കഴിച്ചോ? ആ, ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. രാത്രിയിലേക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കഞ്ഞി മോള് തന്നു വിട്ടതാണ്. ഇതെല്ലാം എന്നെക്കൊണ്ട് കഴിപ്പിക്കാനാണ് അവളെ ഓർഡർ. അപ്പോൾ അവൾക്ക് ശരിക്കും പനിയുണ്ടാവും. അല്ലാതെ സ്നേഹമില്ലാത്ത ആൾ എനിക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് വിരോ? ചേ, അനിയത്തിമാരെ വാക്ക് കേട്ട് ഞാൻ അവളെ സംശയിച്ചു പോയി. വേണ്ടായിരുന്നു. ഉപ്പെന്നാ പോയിക്കോളി. കുറേ നേരമായില്ലേ. ഞാനിന്ന് പോകുന്നില്ല. അവൾക്ക് പകരം എന്നോട് ഇവിടെ നിൽക്കാനാണ് അവൾ ഏൽപ്പിച്ചത്. അവളെ വാക്ക് തട്ടി ഞാൻ എവിടേക്ക് പോയാൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരും. ഇവിടെ ഇപ്പം മാമ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഉപ്പ ഇവിടെ നിന്നും ബുദ്ധിമുട്ടുന്നത്? എനിക്കിതൊന്നും ബുദ്ധിമുട്ടല്ല മോനെ. നീ എൻ്റെ മോൻ തന്നെയല്ലേ. മക്കളെ നോക്കുന്നത് ഉപ്പാർക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടാവുന്നത്? ഉപ്പാൻ്റെ ആ വാക്ക് മനസ്സിൽ തട്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നി. ഉപ്പയും മോളും ഉമ്മയും എല്ലാം സ്നേഹമുള്ളവരാണ്. പക്ഷെ അനിയത്തിമാർ മാത്രം എങ്ങനെയായി പോയത്? ഇനി ഉപ്പ ഇവിടേക്കാണ് വന്നതെന്നുള്ള കാര്യം അവരെ അറിഞ്ഞു കാണില്ലേ? അറിഞ്ഞാൽ അവർ സ്വഭാവം വെച്ച് ഉപ്പാനെ സമ്മതിക്കൂലല്ലോ. ഓരോന്ന് ആലോചിച്ച് ഉറക്കം കൺപോളുകളെ തഴുകുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. റിങ് കേട്ട ഉടനെ മാമൻ വേഗം ഫോൺ എടുത്ത് അവൻക്ക് നീട്ടി. ആരാ മോനെ? സ്ക്രീനിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു, ഇത് ജിനു ആണ്. ഫോൺ എടുത്തു. നിങ്ങൾ കഞ്ഞി കുടിച്ചോ? കുടിച്ചു. എനിക്ക് നല്ല പനിയാണ് കേട്ടോ, അതാണ് ഞാൻ വരാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു. അത് കുഴപ്പമില്ല. പനി ഇപ്പം മാറിയോ? കുറവുണ്ട്. നല്ല ക്ഷീണം. ഗുളികയൊക്കെ കുടിച്ച് നല്ല റെസ്റ്റ് എടുക്കട്ടോ. 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്നല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടാവും. ഷാനുക്ക മെഡിസിനൊക്കെ കഴിച്ചു. ഞാൻ കൊടുത്തു വിട്ട കഞ്ഞി മുഴുവൻ കുടിച്ചില്ലേ? ഉപ്പ എന്നെക്കൊണ്ട് മുഴുവൻ കഴിപ്പിച്ചു. ഞാൻ പറഞ്ഞതാ ഉപ്പാനോട് മുഴുവനും കഴിപ്പിക്കണമെന്ന്. ഞാൻ നാളെ അങ്ങോട്ട് വരാം ഷാനുക്ക. നീ മാറിയിട്ട് വന്നാൽ മതി. നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടോ. ആയിക്കോട്ടെ. എനിക്ക് അങ്ങോട്ട് വരാതെ ഇരുന്നിട്ട് എന്തോ പോലെ ഉറക്കം കിട്ടണില്ല. സാരില്ല ജിനു, ഇന്നിവിടെ എല്ലാവരും ഉണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല. ഈ സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ആയിക്കോട്ടെ ഷാനുക്ക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.